നിൽക്കട്ടെ. സ്ത്രീയുടെ വിഷയത്തിലേക്ക് വരാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അൽ മർഅതു കുല്ലുഹാ ഔറാ ഇദാ ഖറജത് ഇസ്തശറഫഹ ശൈത്താൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷന്മാരുടെ മുന്നിൽ അവരുടെ തലയിലെ മുടി മുതൽ കാലിന്റെ നഖം വരെ ഔറത്താണ്. ഒന്നും കാണിക്കാൻ പറ്റൂല അന്യപുരുഷന്റെ മുന്നിൽ. ഞാൻ ഈ പറയുന്നതൊക്കെ മസലകളാണ്. അതുകൊണ്ട് മസലയായി മനസ്സിലാക്കണമെങ്കിൽ നല്ല ശ്രദ്ധ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താ പറഞ്ഞത് നീ സ്ത്രീകളുടെ ഭാഗമാണ് കേട്ടോ, നല്ലതുപോലെ ശ്രദ്ധിക്ക്, സ്ത്രീകളെ ശ്രദ്ധിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കുറച്ചേരോട് പറയാം, ഒരു 10 അരമണിക്കൂർ കൂടെ പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കണേ. قال رسول الله صلى الله عليه وسلم حبيب رسول الله صلى الله عليه وسلم തങ്ങൾ ഉറപ്പെടുത്തിയതാണ്, ഇദാ ഖറജത് ഇസ്തശറഫ ശൈത്താൻ. ഒരു പെണ്ണവളുടെ ശരീരത്തിന്റെ നഗ്നതകൾ മറക്കാതെയാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ അവരുടെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ അന്യപുരുഷന്മാരിലേക്ക് പിശാച് വെളിവാക്കുമത്രയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പെണ്ണേ, നീ ശ്രദ്ധിക്കണേ. നിന്റെ വീട്ടിന്റെ പുറത്തിറങ്ങുമ്പോ ശരീരത്തിന്റെ നഗ്നതകൾ പരിപൂർണമായി മറക്കണേ. പുരുഷന്റെ നഗ്നത മുട്ടുപുക്കൾ ഉൾപ്പെടെയാണ് അല്ലേ, മാബൈന സുറത്തി വറുക്കുബത്തി. അങ്ങനെയാണ്. പെണ്ണിന്റെതോ ശരീരം മുഴുവനുമാണ് അന്യപുരുഷനിൽ നിന്ന് മറക്കണം. അൽ മർഅതു കുല്ലുഹാ ഔറാ ശഫീഉനാ റസൂലുള്ളാഹി. അങ്ങനെയാണ്. വളരെ ശ്രദ്ധിക്കണം. അന്യപുരുഷനിൽ നിന്ന് ശരീരം മുഴുവനും മറക്കണം. ആരാ അന്യപുരുഷൻ? മീൻകാരൻ അന്യപുരുഷനാണോ ഉസ്താദേ? അതെ, അന്യപുരുഷനാണ്. ഓട്ടോക്കാരനോ അന്യപുരുഷനാണ്. മക്കളെ വിളിക്കാൻ വരുന്നതാകുന്ന ബസിന്റെ ക്ലീനർ, ഡ്രൈവർ അന്യപുരുഷനാണ്. ഞാൻ പറഞ്ഞെന്താ, ഇവരൊക്കെ ആയിട്ടാണ് ഒളിച്ചോട്ടം കൂടുതൽ. ഇതൊന്നും അന്യപുരുഷനല്ല, കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഒരു പോപ്പാടിയാക്കാം മീൻകാരന്റെ. അവസാനം ഇവന് വണ്ടിക്കകത്ത് ഇവന്റെ സ്കൂട്ടിക്കകത്ത് പോവാ. അല്ലുവിട്ട് അല്ലാഹു ആക്കട്ടെ. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണ്ടേ, സമൂഹം അറിയണ്ടേ, ഒരു അന്യരാന്നുള്ള കാര്യം അറിയണ്ടേ, സ്ത്രീകൾ മനസ്സിലാക്കട്ടെ. ഓ, അങ്ങനെയാണ് വീട്ടിൽ പട്ടിണിയായി പോലെ നീ വാങ്ങണ്ട മീൻ, അങ്ങനെ പട്ടിണിയാണ്, പട്ടി ആയിക്കോട്ടെ, അതൊക്കെ നിന്റെ ഭർത്താവിന്റെ ഉത്തരവാദിത്വമാണ്. അവൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തു. അതിനല്ലേ ഭർത്താവ്. നീ എന്തിനാ റോഡിൽ ഇറങ്ങിയിട്ട് മീൻകാരനായിട്ട് ക്വസ്റ്റ്യൻ അന്വേഷിച്ചോ, ഇന്ന് പൈന വെള്ളം മാറ്റിക്കാത്ത ആളെ എന്താ വില എന്തോ വിളിച്ചോ, നീ എന്ത് കഥ പറഞ്ഞു നിന്നെ ആരാ ദയിപ്പിച്ച? ഇതൊക്കെ നീ ദീനിൽ അടിയുറച്ച് നിൽക്ക്. നീ മലബാറിലെ പെണ്ണല്ലേ, നീ പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്ക്. ഇതൊക്കെ അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് ജീവിതത്തിൽ ശ്രദ്ധിച്ചില്ലേ? അതുകൊണ്ടല്ലേ അവർ മഹിളകളായത്, ലോകമറിയപ്പെട്ട വനിതകളായത്, സ്വർഗീയ സ്ത്രീകളുടെ നേതൃപടവും അലങ്കരിക്കുന്നവരായി തീർന്നത്. എന്തേ നമുക്കും അങ്ങനെ ആയിക്കൂടെ? നമ്മുടെ ജീവിതത്തിൽ ഒരു ശ്രദ്ധ വരണം. ആരാണ് അന്യർ? അറിഞ്ഞു വെക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിന്റെ തലയിലെ മുടി മുതൽ കാലിന്റെ നഖം വരെ ഔറത്താണ്. തലയിലെ മുടി. നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള അവയവങ്ങളൊക്കെ മറച്ചിരിക്കണം എന്നുള്ളതാണ് ഷാഫി മദ്ഹബിൽ പ്രബല അഭിപ്രായം. വളരെ ശ്രദ്ധിക്കണേ. എന്തായി പറയുന്നത്? മുഖവും മുൻകൈയും ഒഴികെയുള്ള അവയവങ്ങളൊക്കെ മറച്ചിരിക്കണം. മുഖമെന്ന് പറയുമ്പോ താടിരോമം കിളിർക്കുന്ന ഭാഗം മുതലാണ് മുഖം. മിക്ക ചില സഹോദരിമാരും മുഖമക്കനെ ധരിക്കുന്നത് നിസ്കാരത്തിൽ പോലും വളരെ ഇറക്കിയിട്ടാണ് മുഖമക്കനെ ധരിക്കുന്നത്. അങ്ങനെ ധരിച്ചാൽ നിസ്കാരം സാധൂകരിക്കൂല, നിസ്കാരം ബാത്തിലാവും. വളരെ ശ്രദ്ധിക്കണം. പറഞ്ഞാൽ മുഖമക്കനത് എങ്ങനെ ഇറക്കിയിട്ടിട്ട് ഇവിടെ ക്ലിപ്പിട്ടാൽ നമ്മുടെ താടി ഭാഗം വെളിവായിരിക്കാൻ നിസ്കാരം പോകും. ഭർത്താക്കന്മാരെ ശ്രദ്ധിച്ചോ, ഉപ്പമാരെ ശ്രദ്ധിച്ചോ, മക്കളെ ശ്രദ്ധിക്കും, നമ്മുടെ ഭാര്യയെ ശ്രദ്ധിക്കും, നമ്മുടെ സഹോദരിമാരെ ശ്രദ്ധിക്കും. ഈ രീതിയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നവർ. അപ്പോ മുഖം മുൻകൈ ഒഴികെയുള്ളതൊക്കെ മറച്ചിരിക്കണം. ഇത് രണ്ടും വെളിവാക്കൽ അനുവദനീയമാണ്.
എന്നല്ല വെളിവാക്കണം. അങ്ങനെ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്ന പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ നിർബന്ധമായ തവാഫിന്റെ വേളയിലൊക്കെ അവളുടെ ഔറത്ത് ആ രീതിയിലാണ് എന്ന് പറഞ്ഞാൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള അവയവങ്ങളൊക്കെ മറക്കണം. മിക്ക സഹോദരിമാരും ഹജ്ജിന് വേണ്ടി പോകുന്ന സമയത്ത് ഹജ്ജിന് അവര് പ്രത്യേക ഒരു വസ്ത്രം കൊടുക്കും, തലയിൽ മുഖമക്കന് കൊടുക്കും. ആ മുഖമക്കനയ്ക്ക് ചിലപ്പോ എയർപോർട്ടിൽ എത്തുമ്പോഴായിരിക്കും ഇത് കിട്ടുന്നത്. അപ്പൊ തലയിൽ കിടക്കുന്നത് എടുത്ത് മാറ്റിയിട്ട് ഇതങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ യാ കാറ്റ് കയറാനുള്ള സ്ഥലം കൂടി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. കാരണം ഇത് കൊച്ചു സ്ത്രീകൾക്കും വലിയവർക്കും എല്ലാം ഒരേ അളവിലങ്ങ് അടിച്ചിരിക്കാൻ. അപ്പം വല്ലാതെ വൈഡായിട്ടുണ്ടാവും. ഞാനിതൊക്കെ പറയുന്നതിനെന്നറിയോ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളാണ്. ആ മുഖമക്കനെ നിങ്ങൾ അങ്ങനെ ഇടുമ്പോ വളരെയേറെ ശ്രദ്ധിക്കണം. നിങ്ങളുടേതാകുന്ന നഗ്നത വെളിവാകുന്നുണ്ട്, ഔറത്ത് വെളിവാകുന്നുണ്ട്, നിങ്ങളുടെ അമലുകൾ സ്വീകരിക്കപ്പെടൂല. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന മുഖമക്കനെ വൃത്തിയായി ഇട്ടിട്ട് അതിന്റെ മുകളിലേക്ക് ഇതങ്ങ് ഇട്ടേക്കുക. കാരണം ഇത് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ഒരു ഐഡന്റിറ്റിയാണ്. നിങ്ങൾ വഴിതെറ്റി പോകാതിരിക്കാൻ, നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി അമീർ നിങ്ങൾക്ക് നിശ്ചയിക്കുന്ന ഒരു കുപ്പായാണത്. അത് മാത്രം ഇടുമ്പോൾ ഒരുപക്ഷെ അത് വല്ലാതെ വീതി കൂടിയിട്ടുണ്ട് എങ്കിൽ നേരത്തെ കയ്യിൽ കിട്ടി തയ്പ്പിക്കാൻ സാധിച്ചവരുടെ കാര്യമല്ല, അല്ലാത്ത സഹോദരിമാരുടെ കാര്യമാണ് ഈ പറയുന്നത്. അവരത് ഇട്ട് കഴിയുമ്പോ അവരുടേതാകുന്ന മാറിടത്തിന്റെ ഭാഗം ഒരുപക്ഷെ വെളിപ്പെടാൻ ചാൻസ് ഉണ്ട് എങ്കിൽ അവരുടെ അമലുകൾക്ക് കോട്ടം സംഭവിക്കും. അങ്ങനെ ഹജ്ജിന് വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ പരിശുദ്ധമായ ഹജ്ജിന്റെ ഏറ്റവും നിർബന്ധമായ ഘടകമാണല്ലോ ഇഫാദത്തിന്റെ തവാഫ്. നിർബന്ധമായ തവാഫ് നിർബന്ധമായ തവാഫ്. ഹജ്ജുൽ അസ്വദിന്റെ ഇവിടുന്ന് തുടങ്ങാണ്. നീ തവാഫ് ചെയ്യാൻ തുടങ്ങി 7 പ്രാവശ്യം കഅബം വലയം ചെയ്തു. നബി മുഹമ്മദ് തങ്ങൾ ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തിയ ഒരു ഇബാറത്തുണ്ട്, വളരെയേറെ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. قال النووي رحمه الله لو ظهرت شعرة من شعراتها وطافت بالبيت رجعت بغير حج മുഖവും മുൻകൈയും ഒഴികെയുള്ള സർവ്വ അവയവങ്ങളും മറച്ചുകൊണ്ട് പരിശുദ്ധമായ കാബയനിക്കുന്ന കാണണേ അല്ലാ. ഒരുപാട് വർഷത്തതാകുന്ന താല്പര്യമാണ്, മനസ്സിലതാകും പൂവണിക്കുന്ന ആഗ്രഹമാണ്. മകനിതാ നൽകിയിരിക്കുന്ന ഒരു ഓഫറാണ് ഉമ്മാക്ക്. ഉമ്മാ, നിങ്ങളൊന്ന് കാബയൊന്ന് കാണണേ, ഞാനിതാ 50,000 രൂപ നൽകാം. പരിശുദ്ധമായ ഹജ്ജിന് ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് ഉമ്മയിതാ നാട്ടിലുള്ളവരോട് യാത്ര പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ കാബ കൺകുളിർക്കെ കണ്ടുകൊണ്ട് തവാഫ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മ, ലൗ ലഹറത് ശഅറത്തുൻ മിൻ ശഅറാതിഹാ, അവളുടെ മുടിയിൽ നിന്ന് ഒരൊറ്റ മുടിക്കഷണം മാത്രം നെറ്റിത്തടത്തേക്ക് വന്ന് വീണ് കിടന്നാൽ അങ്ങനെ വരാൻ പാടില്ല. കാരണം മുടിയിഴകൾ വെളിവാക്കൽ ഔറത്താണ്. നിന്റെ മുടിയിഴകൾ നഗ്നതയാണ്, അത് പുറത്ത് കാണിക്കൽ ഹജ്ജിന്റെ വേളയിൽ പാടില്ലാത്തതാണ്. നിസ്കാരത്തിന്റെ സമയത്തും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു മുടിക്കഷണം മാത്രം വെളിവായാൽ റജഅത് ബിഗൈരി ഹജ്ജിൻ, ഹജ്ജിന്റെ പരിപൂർണ കൂലിയില്ലാതെയാണ് അവൾ മടങ്ങി വരുന്നത് എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ്. വളരെ ശ്രദ്ധിക്കണേ. അഥവാ നിന്റെ തലയിലെ മുടി പോലും അന്യരാകുന്ന വ്യക്തികളുടെ മുന്നിലേക്കെന്നല്ല, അമലിന്റെ സമയത്ത് പോലും വെളിപ്പെടാൻ പാടില്ല. ഇമാം നബവി റഹിമഹുല്ലാഹ് ലൗ ലഹറത് ശഅറത്തുൻ മിൻ ശഅറാതിഹാ വതാഫത് ബിൽ ബൈത്ത് رجعت بغير حج 50,000 അല്ല, 2.5 ലക്ഷമല്ല, 3.5 ലക്ഷമല്ല. എത്ര പണം ചെലവാക്കിയിട്ട് നീ ഹജ്ജ് ചെയ്താലും നാട്ടിൽ വന്നുകൊണ്ട് ഹജ്ജുമ്മയാണെന്ന് പറയാൻ നിൽക്കട്ടെ, നിനക്ക് ഹജ്ജിന്റെ പരിപൂർണ പ്രതിഫലം കിട്ടിയിട്ടില്ല. കാരണം നീ തവാഫിന്റെ വേളയിൽ മുടിയിഴകൾ പുറത്തിട്ടുകൊണ്ട് നടന്നവളാണ്.
പ്ലസ് 2 പഠിക്കുന്ന പൊന്നുമോളെ, നീ നിന്റെ സ്കൂളിൽ പഠിക്കുന്ന കാലയളവിൽ മുഴുവനും നെറ്റിത്തടത്തിലേക്ക് മുടിയിഴകൾ ഇട്ടുകൊണ്ട് നടക്കുന്നത്, അതേപോലെയാണ് നിന്റെ നമസ്കാരമെങ്കിൽ നമസ്കാരം സാധൂകരിക്കപ്പെടൂല. അതിന്റെ പരിപൂർണമായ പ്രതിഫലം അല്ലാഹു നൽകൂല. വളരെ ശ്രദ്ധിക്കണേ പെങ്ങളെ, വളരെ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട ഉമ്മ. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞില്ലയോ, യാ അയ്യുഹൻ നബിയോ ഖുൽ ലിഅസ്വാജിക് വബനാതിക് വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ നബിയേ, നബിയേ, തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരോട്, തങ്ങളുടെ പെൺമക്കളോട്, ലോകത്തുള്ള മുസ്ലിം അംഗമാരോട് പറയണേ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. അന്യരാകുന്ന പരപുരുഷന്മാരുടെ മുന്നിൽ അവരുടെ ബുർഖ കൂടി ധരിക്കണേ, ബുർഖ കൂടി ധരിക്കണേ, അഥവാ മുഖം കൂടി മറച്ചു നിൽക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ നല്ലതുപോലെ ഓതാൻ അറിയുന്ന മലബാറിന്റെ മക്കളെ, ഖുർആൻ നല്ലതുപോലെ ഓതാൻ പഠിച്ചിട്ടുള്ള പെങ്ങളെ, എന്ത് പറ്റിപ്പോയി നിന്റെ ജീവിതത്തിൽ? നീ എന്തേ മുഖം മറക്കാത്തത്? നീ എന്തേ ശരീരത്തിന്റെ നഗ്നതകൾ മറക്കാത്തത്? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് മാതൃകയല്ലേ മുൻകഴിഞ്ഞു പോയതാകുന്ന മഹിളകൾ. ഉമ്മ ഖല്ലാദ് എന്ന സ്ത്രീ അറിയില്ലേ? ഉഹദിന്റെ രണാങ്കളത്തിലേക്ക് കടന്നു വന്ന ഒരു പെണ്ണ്, യുഖാലു ലഹാ ഉമ്മു ഖല്ലാദ്. ഉമ്മ ഖല്ലാദ് എന്ന പേര് പറയുന്ന ഒരു പെണ്ണ് കടന്നു വന്നിട്ട് സ്വഹാബത്തിനോട് ചോദിച്ചു, ഐന ഇബ്നി, എന്റെ മകനെവിടെ? എന്റെ മകനെവിടെ? യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ച എന്റെ മകനെവിടെ? ഒന്നടങ്കം പറഞ്ഞു, വഹുവ മഖ്തൂൽ, ഒരു ഷഹീദായിട്ടുണ്ട്, യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഉമ്മു ഖല്ലാദ് എന്ന സ്ത്രീ മുന്നോട്ട് നടന്നു. സ്വഹാബത്ത് നോക്കാൻ, ശരീരം മുഴുവനും കരിമ്പടം കൊണ്ട് പുതച്ചിരിക്കാം, കണ്ണ് മാത്രം അല്പം ഇങ്ങനെ പൊളി കാണാം, ബാക്കി മുഴുവനും മറച്ചിരിക്കാം. ഒരു കറുത്ത കരിമ്പടം പുതച്ചുകൊണ്ടാണ് പെണ്ണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ മകനിതാ മരണപ്പെട്ടിട്ടുണ്ട്. ഉമ്മയോട് പറയുന്ന സ്വഹാബത്ത്, ഉമ്മ, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവും ഈ യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനും ഈ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയും ഈ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അനാഥത്തിലേക്ക് വഴിവഴിഞ്ഞ വിധവയാകുന്ന പാവപ്പെട്ട സ്ത്രീ, ഒറ്റത്തടിയാകുന്ന പാവപ്പെട്ടതാകുന്ന സഹോദരി, ആ ഉമ്മ എന്നിട്ടും ശരീരത്തിന്റെ വസ്ത്രവിധാനം മാറ്റാൻ തയ്യാറാവുന്നില്ല. ആ കരിമ്പടമെന്ന് മാറ്റിക്കൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് കരയാൻ തയ്യാറാവുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ആ ഉമ്മ കടന്നു ചെന്നുകൊണ്ട് ഉമ്മ വിളിച്ചു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഐന ഇബ്നി, എന്റെ മകനെവിടെ റസൂലേ, എന്റെ മകനെവിടെ റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ലോകത്തിന്റെ നായകനെ പറയുകയാണ്, വഹുവ ഷഹീദ്, വഹുവ ഷഹീദ്, വഹുവ ഷഹീദ്. നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഈ ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായിട്ടുണ്ട് ഉമ്മ, മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉമ്മ, ഈ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉമ്മ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ സഹാബത്തിൽ ഒരു വ്യക്തി വിളിച്ചു ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, സ്വന്തം ഉപ്പ മരണപ്പെട്ടു പോയി, സ്വന്തം സഹോദരൻ മരണപ്പെട്ടു പോയി, സ്വന്തം മകനിതാ മരണപ്പെട്ടു പോയി, സ്വന്തം കുടുംബത്തിൽപ്പെട്ട പല ആളുകളും മരണപ്പെട്ടു പോയി എന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടും നിങ്ങളുടെ ശരീരത്തിന്റെ വസ്ത്രവിധാനം ഇത്രത്തോളം നിങ്ങൾ ശ്രദ്ധിക്കുന്നല്ലോ, ഇത് വല്ലാത്തൊരു ഈമാനാണ്, ഈമാനാണ്. അപ്പോഴാണ് ഉമ്മ പറയുന്നത്, ഇദ്ദഹബ വലദി, ഇദ്ദഹബ വലദി ഫലം യദ്ഹബ ഹയാഇ.
എന്റെ ഭർത്താവ് മരണപ്പെട്ടാലും, എന്റെ ഉപ്പ മരണപ്പെട്ടാലും, എന്റെ സഹോദരൻ മരണപ്പെട്ടാലും, എന്റെ മകൻ മരണപ്പെട്ടാലും ഫലം യദ്ഹബ് ഹയാഇ, എന്നിൽ നിന്ന് എന്റെ ഈമാൻ ഇതുവരെ മരണപ്പെട്ടില്ല. എന്റെ കുടുംബത്തിൽ നിന്ന് പലരും പോയിട്ടുണ്ട്. എന്റെ ഭർത്താവ് എന്നെ വിട്ടുപോയി, എന്റെ സഹോദരൻ വിട്ടുപോയി, എന്റെ മകൻ എന്നെ വിട്ടുപോയി, എന്റെ കുടുംബത്തിൽ നിന്ന് പലരും ഷഹീദായി പോയി. പക്ഷെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കൽ പോലും എന്റെ ലജ്ജ വിട്ടുപോയിട്ടില്ല. ഫലം യദ്ഹബ് ഹയാഇ, എന്റെ ലജ്ജ പോയിട്ടില്ല എന്ന് ഉമ്മ പറയേണ്ട താമസം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ലോകത്തിന്റെ നായകനെ പറയുകയാണ്, യാ ഉമ്മ ഖല്ലാദ്, യാ ഉമ്മ ഖല്ലാദ്, അല്ലയോ ഉമ്മ ഖല്ലാദേ, നിങ്ങൾക്കിതാ പടച്ച റബ്ബ് നൽകുന്ന കൂലി അറിയുമോ? ഇബ്നുകി അജ്റു ശഹീദൈൻ, ഇബ്നുകി അജ്റു ശഹീദൈൻ. നിങ്ങളുടെ വസ്ത്രവിധാനം കാരണമായി നിങ്ങളുടെ പ്രിയപ്പെട്ട മകന് അല്ലാഹു ഒരു ഷഹീദിന്റെ കൂലി കൂടി നൽകുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട മകന് 2 ഷഹീദിന്റെ കൂലിയാണ് നൽകുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്തേ കാരണം? നിങ്ങളുടെ ജീവിതത്തിലുള്ള വസ്ത്രവിധാനം കാരണമായി നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടുപോയി, ഉപ്പ മരണപ്പെട്ടുപോയി, സഹോദരൻ മരണപ്പെട്ടുപോയി, ഇപ്പോഴിതാ മകനും മരണപ്പെട്ടുപോയി. എന്നിട്ട് ഈ വർത്തമാനം മുഴുവനും കേട്ടിട്ട് പോലും ശരീരത്തിന്റെ വസ്ത്രം മാറ്റിയിട്ടൊന്ന് പൊട്ടിക്കരയാതെ നിലകൊള്ളുന്ന ഉമ്മ, ഇബ്നുകി അജ്റു ശഹീദൈൻ, ഇബ്നുകി അജ്റു ശഹീദൈൻ. അതേ ഉഹദിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വല്ലാത്ത രീതിയിൽ മൃഗീയമായ കൊലപ്പെടുത്തിയില്ലോ. 72 വെട്ടുകൾ വെട്ടേറ്റുകൊണ്ട് മുറിവേറ്റ് കിടക്കുന്ന മിസ്ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഉണ്ടായില്ലോ. 2 പേരുടെയും തലയിലേക്കൊന്ന് തുണിയിട്ടാൽ കാല് വെളിവാകുന്ന അവസ്ഥ പടച്ച റബ്ബ് കൊടുത്തില്ലയോ? അവസാനം കഫൻ തുണി കൊണ്ടുവന്ന് തലയിട്ട് കഴിഞ്ഞാൽ കാല് വെളിവാകും, കാലിലേക്കിട്ടാൽ തല വെളിവാകും. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ജനാസ കടന്നു വന്നില്ലയോ? പക്ഷെ ഹംസ റളിയല്ലാഹു അൻഹുവിനോ മിസ്ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനോ 2 ഷഹീദിന്റെ കൂലി അല്ലാഹു നൽകിയില്ല. ഒരൊറ്റ വെട്ടിലൂടെ മരണപ്പെട്ടു പോയ ഉമ്മ ഖല്ലാദ് എന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ മകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ഷഹീദിന്റെ കൂലി കൊടുത്തു. എന്ത് കാരണം കൊണ്ടാണ്? ഒന്ന് ആ മകൻ യുദ്ധത്തിൽ ഷഹീദായ കൂലി, മറ്റൊന്ന് ഉമ്മയുടെ വസ്ത്രവിധാനം കാരണമായിട്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി. മലപ്പുറത്തുള്ള പ്രിയപ്പെട്ട ഉമ്മ, ലജ്ജിക്കണേ, ലജ്ജിക്കണേ. നമുക്കൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ജീവിച്ചുകൂടെയോ? നാളെ നമ്മുടെ മക്കളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ നിൽക്കുമ്പോ നിന്റെ വസ്ത്രവിധാനം കാരണമായിട്ട് നിന്റെ മകനെ സ്വർഗത്തിലേക്ക് കടത്താൻ പടച്ചറപ്പിനെ കഴിയുമോ? നിന്റെ തലമറക്കല്ലതിന് സാധ്യമാകുമോ? നിന്റെ മാറുമറക്കല്ലതിന് സാധ്യമാകുമോ? നിന്റെ ശരീരത്തിൻ്റെതാകുന്ന നഗ്നതകൾ മറക്കൽ അതിന് സാധ്യമാകുമോ? ഉമ്മ ഖല്ലാദ് എന്ന സ്ത്രീക്ക് സംഭവിച്ചതുപോലെ ശരീരത്തിന്റെ നൂലിര പോലും വസ്ത്രം വെളിവാക്കാതെ, നഗ്നത വെളിവാക്കാതെ പരിപൂർണമായി മറച്ചു നടന്നതിന്റെ പേരിൽ ആ ഉമ്മയുടെ വസ്ത്രവിധാനം കാരണമായ മകന് 2 ഷഹീദിന്റെ കൂലി നൽകി സ്വർഗത്തിലേക്ക് പടച്ചറപ്പ് മകനെ പറഞ്ഞയച്ചുവെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ട് കുമ്മനമസാദ് സ്നേഹത്തോടുകൂടി നിരന്ത പറമ്പിലുള്ള ഉമ്മമാരോട് ചോദിക്കുകയാണ്, നമുക്ക് സാധിക്കുമോ നമ്മുടെ വസ്ത്രവിധാനം കാരണമായി മക്കള് സ്വർഗത്തിലേക്ക് ഒരു പടിയെങ്കിലും കടക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരെയല്ലേ നമ്മൾ മാതൃകയാക്കേണ്ടത്? ഉമ്മ ഖല്ലാദ് എന്ന സ്ത്രീയല്ലേ നമ്മൾ മാതൃകയാക്കേണ്ടത്? ചിന്തിച്ചു നോക്ക്. മരണപ്പെട്ട് എല്ലാവരും കടന്നിട്ട് പോലും അവരുടെ ശരീരത്തിൽ നിന്ന് നൂലില പോലും വസ്ത്രം വെളിവാക്കുന്നില്ല, പരിപൂർണമായി മറച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പെണ്ണിനെ കുറിച്ച് സ്വർഗത്തിൽ കടന്ന സ്ത്രീയാണെന്ന് പറഞ്ഞു. ഈ സംഭവം ബഹുമാനപ്പെട്ട തായിബിന് അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്,
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു പെണ്ണിനെ എനിക്കറിയാം, ആ പെണ്ണ് സ്വർഗ്ഗത്തിലാണ്. അതാ ഇബ്നു അബീ റബാഹിനോട് ചോദിച്ചു, നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ? അലാ ഉരിയന്നക മിൻ അഹ്ലിൽ ജന്ന, ആ സ്വർഗ്ഗത്തിൽപ്പെട്ട പെണ്ണിനെ നിനക്കൊന്ന് കാണിച്ചു തരട്ടെയോ? അതാ ഇബ്നു അബീ റബാഹ് പറഞ്ഞു, എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാം. സ്വർഗ്ഗത്തിൽ കിടക്കുന്ന സ്ത്രീയെ ദുനിയാവിൽ വെച്ചൊന്ന് പരിചയപ്പെടാമല്ലോ. അപ്പോഴാണ് പറയുന്നത്, ഹാദിഹിൽ മർഅത്തു സൗദാ, ഈ കറുകറുത്ത പെണ്ണാണ്. നിർത്താൻ ഈ ചരിത്രം കൂടി പറഞ്ഞു. ഈ കറുകറുത്ത പെണ്ണാണ്. ഒരു കറുത്ത പെണ്ണിനെ കാണിച്ചു കൊടുത്തു. നല്ല കറുപ്പാണ്. ഈ പെണ്ണാണ് സ്വർഗത്തിൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞ സ്ത്രീയാണ്. ജാഅത് ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പെണ്ണ് കടന്നു വന്നു. ഫഖാലത് യാ റസൂലല്ലാഹ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ പെണ്ണ് വിളിച്ചു പറയുകയാണ്, നബിയേ, ഇന്നി അതസറഉ വതകശഫു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അപസ്മാര രോഗിയാണ്, അപസ്മാരമുള്ള പെണ്ണാണ്. വതകശഫു യാ റസൂലല്ലാഹ്, ഞാൻ സുഖമില്ലാതെ കിടക്കുന്ന സന്ദർഭത്തിൽ, നിലത്ത് വീണ് കിടക്കുന്ന സന്ദർഭത്തിൽ എന്റെ വസ്ത്രം വെളിവാകാറുണ്ട് നബിയേ. ഫദ്ഉല്ലാഹ ലീ, തങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ റസൂലേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ റസൂലേ. അപസ്മാര രോഗം അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത്തരത്തിലുള്ള രോഗികൾ ഉണ്ടാകും, അല്ലാഹു പരിപൂർണ്ണ ശമനം നൽകട്ടെ. ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ നടന്നു പോവാൻ, എളങ്കൂർ അങ്ങാടിയിൽ വെച്ച്, അല്ലെങ്കിൽ ചെറുകോട് ടൗണിൽ വെച്ച്, വണ്ടൂർ അങ്ങാടിയിലൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ കൊണ്ട് കഴിഞ്ഞു വീണ് നിലത്തേക്ക് വീണിട്ട് വിറച്ച് വീണ് വായിൽ നിന്നൊക്കെ ഇങ്ങനെ നൊരയും പതയൊക്കെ ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥ. ആരെങ്കിലും ഇരുമ്പിന്റെ കഷ്ണം കയ്യിൽ കൊടുത്തെങ്കിലേ ജീവൻ നിലനിർത്താൻ പറ്റൂ. അങ്ങനത്തെ ഒരു അപകടാവസ്ഥ. അതൊരു പെണ്ണിന് വന്നാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, വൈഷമ്യമാണ്. പെണ്ണ് വന്ന് നബിയോട് പറയാൻ, ഇന്നി അതസറഉ വതകശഫു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കിതാ വസ്ത്രം വെളിവാകും, ഞാൻ ഇങ്ങനെ നിലത്ത് കിടന്ന് ഉരുളുമ്പോ. അപസ്മാരം വന്നിട്ട് നിലത്ത് കിടന്ന് ഉരുളുമ്പോ ബോധമില്ല, അബോധാവസ്ഥയാണ്. ആ അബോധാവസ്ഥയിലുള്ള അവസ്ഥയെക്കുറിച്ച് പരിതപിക്കാൻ, അബോധാവസ്ഥയിലുള്ള അവസ്ഥയെക്കുറിച്ച് പരിഭവം ചിന്തിക്കണം. നമുക്ക് ബോധമുണ്ട്, ഇവിടെ ബോധം ഉണ്ടിട്ടാണ് നമ്മൾ തലമറയ്ക്കാതെ ഇങ്ങനെ നടക്കുന്നത്. ബോധം ഉണ്ടായിട്ടാണ് നമ്മുടെ ഈ അവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അന്യപുരുഷന്റെ മുന്നിൽ, വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളുടെ മുന്നിൽ പഠിക്കണമല്ലോ. അന്യപുരുഷന്റെ മുന്നിൽ ശരീരം മുഴുവനും മറക്കണം. അതാണ് നിയമം. വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളുടെ മുന്നിൽ, മഹറമിന്റെ ആളുകൾ മുന്നിൽ. അഥവാ വീട്ടിൽ പെരുമാറുന്ന സന്ദർഭത്തിൽ ഒരു പെണ്ണിന് യജൂസു ലഹാ മിൻ ഗൈരി തബറുജിൻ അൽ വജ്ഹ വർ റഅസ വർ റഖബത വൽ കഫൈനി വൽ കഅബൈനി വതസ്റു മാ സിവാ ദാലിക, അവളുടെ മുഖം വെളിവാക്കൽ അനുവദനീയം, മുൻകൈ വെളിവാക്കൽ അനുവദനീയം, രണ്ട് കാലിന്റെ കണങ്കാല് വരെയുള്ള നെരിയാണി വരെയുള്ള ഭാഗം വെളിവാക്കൽ അനുവദനീയം, നെരിയാണി വരെയുള്ള ഭാഗങ്ങൾ വെളിവാക്കൽ അനുവദനീയം, തല വെളിവാക്കൽ അനുവദനീയം, പിരടി വെളിവാക്കൽ അനുവദനീയം, ഇതല്ലാത്തത് മുഴുവനും മറച്ചിരിക്കണേ, ഇതല്ലാത്ത മുഴുവൻ അവയവങ്ങളും മറക്കണേ. മറക്കണം. എപ്പോഴും തുണി ഉണ്ടാവണം, മാറത്തോണം. വീട്ടിൽ കഴിയുമ്പോഴുള്ള കാര്യമാണ് ഈ പറയുന്നത്. വീട്ടിൽ നമ്മൾ അടുക്കളയിൽ പെരുമാറുന്നുള്ള സമയമാണ് ഈ പറയുന്നത്. യജൂസു ലഹാ മിൻ ഗൈരി തബറുജിൻ, വലിയ അണിഞ്ഞൊരുങ്ങലൊന്നും കൂടാതെ വീടിനകത്തൊരു പെണ്ണിന് അനുവദനീയമാണ് വെളിവാക്കൽ അനുവദനീയമായത് അൽ വജ്ഹ, ഒന്ന് മുഖം, വറഅസ തല, വൽ റഖബത പിരടി. ഒരു പെണ്ണ് വീടിന്റെ അകത്തളത്തിൽ തലമറയ്ക്കാതെ നിൽക്കൽ കൊണ്ട് തെറ്റില്ല, അനുവദനീയമാണ് എന്ന് പറഞ്ഞ് ഇത്രയും നാളും തലേ തുണി ഇട്ട ഒരു മുസ്ലിയാർ പറഞ്ഞ് തലേ തുണി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട, അനുവദനീയം എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മസാല ശ്രദ്ധിച്ച് കേൾക്കണം.
തലമറയ്ക്കാതിരിക്കൽ അനുവദനീയം വീടിന്റെ അകത്തളത്തിൽ. അപ്പോഴും ഒരു അന്യനായ വ്യക്തി കടന്നു വന്നാലോ മറക്കണം, വേഗം മറക്കണം, മുഖം വരെ മറക്കണം, മാറി നിൽക്കണം. അങ്ങനെ ആയിരുന്നല്ലോ നമ്മള് കൊല്ലങ്ങൾക്ക് മുമ്പ്. കൂടുതലൊന്നും പോകണ്ട, ഒരു 5 കൊല്ലത്തിനപ്പുറം, ഒരു 10 കൊല്ലത്തിനപ്പുറം നമ്മൾ ആ രീതിയിൽ അവലംബിച്ചിരുന്നവരാണ്. നമുക്ക് ഇപ്പോഴത്തെ ജനറേഷനാണ് ഇതൊക്കെ മാറിയത്. പണ്ട് കതകിനപ്പുറത്ത് മറഞ്ഞു നിൽക്കും, ഇത് നമ്മൾ കതകിനിപ്പുറത്തേക്ക് ചാടി നിൽക്കും. പാടില്ല. അതേപോലെ മറഞ്ഞു നിൽക്കാൻ സുരക്ഷിതത്വമാണ്. അപ്പൊ നിന്റെ മുഖം വെളിവാക്കാം, പിരടി വെളിവാക്കാം, തല വെളിവാക്കാം, 2 മുൻകൈ വെളിവാക്കാം, 2 കണങ്കാലിന്റെ ഭാഗം വരെ വെളിവാക്കാം, നിര്യാണി വരെയുള്ള ഭാഗം വെളിവാക്കാം. ഇതല്ലാത്തത് മുഴുവനും വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളുടെ മുന്നിൽ പോലും മറച്ചിരിക്കണം. ഇതാണ് ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ, അഥവാ നിന്റെ മകൻ ഭർത്താവിന്റെ മുന്നിലോ എല്ലാം വെളിവാക്കൽ അനുവദനീയം. ശരീരത്തിലെ സർവ്വവയവങ്ങളും വെളിവാക്കൽ അനുവദനീയം. അന്യപുരുഷന്മാരുടെ മുന്നിൽ പൂർണ്ണമായി മറച്ചിരിക്കണം. അതാണ് ഈ പെണ്ണ് വന്നുകൊണ്ട് നബിയോട് പറയുന്നത്, നബിയെ എനിക്ക് അപസ്മാര രോഗം വരും. അങ്ങനെ രോഗം വന്ന് ഞാൻ ടൗണിലേക്കൊക്കെ ഇറങ്ങി സാധനം വാങ്ങാൻ ഇറങ്ങുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് എനിക്ക് സുഖമില്ലാതെ വരുന്ന സന്ദർഭത്തിൽ എന്റെ ശരീരത്തിലേതാകുന്ന വസ്ത്രം വെളിവാകാൻ ചാൻസ് ഉണ്ട്. നിലത്ത് കിടന്ന് ഞാനിങ്ങനെ ഉരുളാണ്. അപസ്മാര രോഗം വരുമാനാണല്ലോ നിലത്ത് കിടന്ന് ഭയങ്കര ഉരുളിച്ചായിരിക്കും. വായിൽ നിന്നൊക്കെ ഒന്ന് ഒരേയും പതയും വരും. ഞാനിട്ടിരിക്കുന്ന പർദ്ദയും ഞാനിട്ടിരിക്കുന്നതാകുന്ന വസ്ത്രമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കാലൊക്കെ വെളിവാകും, തൊടഭാഗമൊക്കെ വെളിവാകും, മുട്ടുവരെയൊക്കെ ചിലപ്പോൾ വെളിവാകും. എനിക്ക് ബോധമില്ല. ബോധം ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് മറയ്ക്കും. അത് അബോധാവസ്ഥയാണ്, അപസ്മാര രോഗമാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ റസൂലേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ഇറക്കണം, എന്റെ ഈ രോഗം ഒന്ന് മാറാൻ. فقال رسول الله صلى الله عليه وسلم ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ ആ ഉമ്മയോട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട പൊന്നുമോളെ ഇൻ ശഅതി സബർതി ഫലകിൽ ജന്ന, നീയൊന്ന് ക്ഷമിച്ചാൽ, നീയൊന്ന് ക്ഷമാവലംബിച്ചാൽ നിനക്ക് സ്വർഗമാണ്. ഈ രോഗത്തിന്റെ മേൽ നീ ഒന്ന് ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമാണ് കേട്ടോ. അപ്പൊ അപസ്മാര രോഗമുള്ളവരൊക്കെ പരിപൂർണമായി ഒന്ന് ക്ഷമിച്ചങ്ങ് നിലകൊണ്ടാൽ അതിൽ നിന്ന് സ്വർഗം കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെറിയതല്ല. ആ രോഗമൊക്കെ ഉള്ളത് അങ്ങനെ തന്നെയാണ്. രോഗം മുഴുവനും അങ്ങനെ തന്നെയാണ്. നമ്മൾ അതിന്റെ മേലെ ക്ഷമ അവലംബിച്ചാൽ വലിയ പ്രതിഫലം കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. إن شئت صبرتي فلك الجنة إن شئت صبرتي فلك الجنة നീ ഒന്ന് ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് പറയുമ്പോ ഫഖാലത് യാ റസൂലല്ലാഹ്, പെണ്ണുടനെ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ ഖദ് സബർതു, ഞാൻ ക്ഷമിച്ചു നബിയേ, ഞാൻ രോഗത്തിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറാണ് റസൂലേ. ഫദുല്ലാഹി ലി അല്ലാ അതകശഫ, എനിക്ക് അപസ്മാര രോഗമല്ല പ്രശ്നം. രോഗം വന്ന് ഞാൻ നിലത്ത് കിടന്നുരുളുമ്പോ എന്റെ വസ്ത്രം തെന്നി മാറാറുണ്ട് നബിയേ. അന്യരാകുന്ന പരപുരുഷന്മാര് കാണാൻ ചാൻസ് ഉണ്ട് നബിയേ. ഫദുല്ലാഹി ലി അല്ലാ അതകശഫ, തങ്ങളെ ദ്വാരെ കണ്ടത് എന്റെ രോഗം ശമനം വരാനല്ല നബിയേ. എന്നെ വസ്ത്രം തെന്നി മാറരുത്. ഞാൻ സുഖമില്ലാതെ നിലത്ത് കിടന്നുരുളുമ്പോ എന്റെ ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാരെ കാണരുത് നബിയേ. ഫദുല്ലാഹി ലി അല്ലാ അതകശഫ, അല്ലാഹുവിന്റെ റസൂലുടനെ കൈകൾ ഉയർത്തുകയാണ്. നബി തങ്ങളെ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹ് ഈ പെണ്ണ് സുഖമില്ലാതെ അസുഖബാധിതയായി അപസ്മാര രോഗിയായി എപ്പോഴൊക്കെ നിലത്ത് വീഴുന്നുവോ അപ്പോഴൊക്കെ അവരുടെ വസ്ത്രവിധാനം നഗ്നത വെളിവാകാതെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്,
ജീവിതത്തിൽ ആ പെണ്ണ് കൊതിച്ചിട്ടുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാ. ബോധമുള്ള സമയത്തും അബോധാവസ്ഥയിലും അല്ലാ എന്റെ ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാരെ കാണരുത് അല്ലാ. രോഗത്തിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറാണ് അല്ലാ. ഈ പെണ്ണ് സ്വർഗത്തിലാണ്, ഈ പെണ്ണ് സ്വർഗത്തിലാണ്. അതായേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. കഴിയുമോ ഉമ്മ, കഴിയുമോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, നിന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരവസ്ഥ വന്നെങ്കിൽ നീ പറയുമല്ലാ എന്റെ നഗ്നത വെളിവാക്കിയാലും എന്റേതാകുന്ന രോഗമൊന്ന് മാറ്റണേ അല്ലാ. നമ്മളതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് പടച്ചവനെ, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പൊടിക്കുന്നുണ്ട്, എനിക്ക് ഈ സൈസ് രോഗം തന്നല്ലോ പടച്ചവനെ. തുണി നേരെ കൊടുക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇവിടെ ഈ പെണ്ണ് അപരാധിപ്പെടുന്നത് എന്താ? അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വസ്ത്രവിധാനം എന്ന് നന്നാക്കി താ. എനിക്ക് ബോധാവസ്ഥയാണ്, സുഖമില്ലാത്ത അവസ്ഥയാണ്. ഈ ബോധമില്ലാതെ കിടക്കുന്ന സമയത്തും എന്റെ വസ്ത്രവിധാനം ഒന്ന് ശരിയാക്കി താ അല്ലാ. ഈ പെണ്ണ് സ്വർഗത്തിൽ അതാ ഇബ്നു അബീ റബാഹിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് ജീവിതത്തിൽ മാറ്റം തരട്ടെ. അല്ലാഹു മാറ്റം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മാറ്റം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഒരു മാറ്റം നൽകട്ടെ. ഉറപ്പായിട്ടും മാറ്റം വരണം. നിയ്യത്ത് വെക്കിൻ. വസ്ത്രവിധാനം ശ്രദ്ധിച്ചേ പറ്റൂ. ആദം നബിയുടെ ഖിസ്സ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹു സൂറത്തുൽ അറാഫിൽ അവസാനമായി പറഞ്ഞൊരു ആയത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. യാ ബനീ ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ കമാ أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما من سوآتهما. അല്ലയോ ആദമിന്റെ മക്കളെ, കേട്ടില്ലേ നിങ്ങൾ? ആദം നബിയുടെ ചരിത്രം കേട്ടില്ലേ? നിങ്ങൾ ഫിത്നയിലാക്കാതിരിക്കട്ടെ, പിശാചിന്റെ ഫിത്നയിൽ പെട്ടുപോകരുതേ, അവന്റെ നശീകരണത്തിൽ പെട്ടുപോകരുതേ. കമാ അഖറജ അബവൈകും മിനൽ ജന്ന. നിങ്ങളുടെ വാപ്പയും ഉമ്മയും അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെയുള്ള അവന്റെ ഫിത്നയിൽ നിങ്ങൾ പെട്ടുപോകരുതേ. ആദമിന്റെ മക്കളെ യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ മിൻ സൗആതിഹിമാ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഹവ്വാ ഉമ്മയുടെയും ശരീരത്തിൽ കിടന്നിരുന്ന വസ്ത്രം ഉരിയിച്ചെടുത്തുകൊണ്ടാണ് അവൻ ലോകത്ത് ആദ്യമായി നടത്തിയ ദുർബോധനം, ആദ്യമായി നടത്തിയ ഫിത്ന. ആ ഫിത്നയിൽ നിങ്ങൾ പെട്ടുപോകരുതേ, അഥവാ ലോകാവസാനം വരെ ആ ഫിത്ന നിലനിൽക്കുമേ. പിശാചിന്റെ ഫിത്നയാകുന്ന വസ്ത്രവിധാനത്തിനുള്ള ഫിത്ന, അത് മോശപ്പെടുത്തുന്ന രീതിയിലേക്ക് നിങ്ങൾ ഒരിക്കലും നിന്ന് കൊടുക്കരുതേ. വിശുദ്ധ ഖുർആൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്താൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിശാചിന്റെ കരവലയത്തിൽ പെടാതെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നിയ്യത്തുകളെല്ലാം അല്ലാഹു സാധൂകരിക്കുമാറാവട്ടെ.